ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ടക്കറി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുട്ട വേവിച്ചെടുക്കാം. 4 പേർക്ക് സർവ് ചെയ്യാനുള്ള മുട്ടക്കറിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുട്ട മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി മുട്ടക്കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് തോട് കളഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.